വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാന മണ്ഡലങ്ങളായ ബേപ്പൂരിലും തവനൂരിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി LDFിനെ ഞെട്ടിക്കാനാണ് UDFിന്റെ ഒരുക്കം. ബേപ്പൂരിൽ റിയാസിനെ വീഴ്ത്താൻ അൻവറാണ് എന്നാണ് വരുന്ന സൂചന. കോഴിക്കോട് ജില്ലയിൽ LDFിന്റെ ഉരുക്കുകോട്ടയായ ബേപ്പൂരിൽ ഇക്കുറി കടുത്ത പോരാട്ടത്തിന് തന്നെയാണ് UDF കോപ്പുകൂട്ടുന്നത്. നിലവിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തെ നേരിടാൻ കോൺഗ്രസിനേക്കാൾ അനുയോജ്യൻ PV അൻവർ ആണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. CPM വിട്ട് പുറത്തു വന്ന അൻവർ UDFിനോട് 3 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലം ബേപ്പൂർ ആണ് എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ബേപ്പൂരിലെ മുസ്ലിം വോട്ടർമാർക്കിടയിലുള്ള അൻവറിന്റെ സ്വാധീനവും CPMനോടുള്ള ഒരു വിഭാഗം വോട്ടർമാരുടെ അതൃപ്തിയും അനുകൂല ഘടകമാക്കാം. ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടപ്പെടുന്ന മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് UDFിന് വലിയൊരു രാഷ്ട്രീയ വിജയമാകുമെന്നാണ് വാർത്തകൾ. തവനൂരിൽ സന്ദീപ് വാര്യർ മലപ്പുറം ജില്ലയിലേക്ക് മത്സരിച്ചേക്കും എന്നും സൂചനകളുണ്ട്. മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിൽ KT ജലീലിനെ പരാജയപ്പെടുത്താൻ സന്ദീപ് വാര്യരെ ഇറക്കാനാണ് കോൺഗ്രസ് ആലോചന. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിൽ മിക്കയിടങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക. എന്നാൽ 60% ഹിന്ദു വോട്ടർമാരുള്ള തവനൂരിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് UDFിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കും. സന്ദീപ് വാര്യർക്ക് ഒരേ സമയം തന്നെ ഹിന്ദു മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിക്കാൻ കഴിയുമെന്നും ജലീലിനോട് ഏറ്റുമുട്ടാൻ അദ്ദേഹത്തിനാണ് കൂടുതൽ കെൽപ്പുള്ളത് എന്നുമാണ് സൂചന. മലപ്പുറത്തെ കോൺഗ്രസ് സീറ്റുകളുടെ വിഭജനത്തിൽ ഹിന്ദു പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. UDFിന്റെ പ്രതീക്ഷകൾ കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിൽ 13-ൽ 11 സീറ്റും നേടിയ LDFിന് ഇത്തവണ തിരിച്ചടി നേരിടുമെന്ന് കണക്കാക്കുന്നു. ബേപ്പൂർ, ബാലുശ്ശേരി, പേരാമ്പ്ര, ഏലത്തൂർ ഇങ്ങനെ 4 മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി 9 സീറ്റുകളിലും വിജയം ഉറപ്പാണ് എന്ന് UDF വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും സർജിക്കൽ സ്ട്രൈക്കിലൂടെ ബേപ്പൂർ കൂടി പിടിച്ചെടുക്കാനാണ് UDFിന്റെ നീക്കം. ആദ്യം പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ, ഇതിന് മുമ്പ് പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ലാഭത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതല്ല. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് തന്നെ എപ്പോഴും നിൽക്കുന്നത്. നിരവധിയായ കേസുകൾ, സ്റ്റേറ്റ് പോലീസിനെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് ED വെച്ചുകൊണ്ടുള്ള ഹറാസ്മെൻറ്റ്സ്, ഇതൊക്കെ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ലാഭം കിട്ടണമെങ്കിൽ എനിക്ക് അവിടെ തന്നെ നിന്നാൽ മതി. അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ വസ്തുത. ഈ പോരാട്ടത്തിൽ എന്ത് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ, അതിൽ നമ്മൾ എന്ത് റോൾ സ്വീകരിക്കണമെന്ന് UDF പറഞ്ഞാൽ എന്താണോ പറയുന്നത് അത് അംഗീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു ഡിമാൻഡില്ല. ഒരു സീറ്റ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ ചർച്ചയിലേക്കും നമ്മൾ കടന്നിട്ടില്ല. കോൺഗ്രസ് താങ്കളുടെ പാർട്ടിയെ അസോസിയേറ്റ് മെമ്പറാക്കാനുള്ള ആവശ്യമൊക്കെ പറഞ്ഞു ആദ്യഘട്ടത്തിൽ. പക്ഷേ അങ്ങനെ തള്ളുന്ന സമീപനമാണ് അന്ന് എടുത്തിരുന്നത്. പിന്നീട് കുറേ ചർച്ചകൾ നടന്നു. പക്ഷെ അത് പിന്നീട് സതീശനും താങ്കളൊക്കെ ഒരു ഒടക്കവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അസോസിയേറ്റ് മെമ്പറാക്കാം, ഇതിന്റെ ഭാഗമാകാം എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? അല്ല, എനിക്ക് അന്നും അസോസിയേറ്റ് മെമ്പർ ആകുന്നതിലുണ്ടായിരുന്നില്ല എതിർപ്പ്. അവിടെ അന്ന് ഞാൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളൊക്കെ രാഷ്ട്രീയം പഠിച്ചവരാണല്ലോ, സ്വാഭാവികമായിട്ടും സ്വരാജ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാവും. സ്വരാജ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാവും. ഞാൻ പറഞ്ഞ പിണറായി സമയം എവിടെ? ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എവിടെ? ഞാൻ രാജിവെച്ച് ഇറങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പിണറായിസത്തിൻ്റെ പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും. 30,000 തൊട്ട് 40,000 വോട്ടിന് അവിടെ പിണറായിസത്തെ നമ്മൾ പരാജയപ്പെടുത്തുന്നല്ലേ പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചില്ലേ? 19,800, 20,000 വോട്ട്, എനിക്ക് 13,000 വോട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥി, 33,000 വോട്ടാണ് അവിടെ വന്നത് പിണറായിക്കെതിരെ. അത് അന്ന് ഞാൻ മത്സരിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിൽ അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും. അതായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. അതിനെ മറികടക്കാൻ അത് അന്ന് അങ്ങനെ ഒരു റിസ്ക് എടുത്തൊരു തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം അവസാനിച്ചില്ലേ? ബോധ്യപ്പെട്ടല്ലോ പല ലീഡർഷിപ്പിനും നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത്. അത്രയേ ഉള്ളൂ അതിൽ. അന്ന് UDFിൻ്റെ ഒരാൾക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. അവിടുത്തെ എന്തായിരുന്നു UDFിൻ്റെയും LDFിൻ്റെയും കണക്ക്? ഞാൻ 3,000 വോട്ട് പിടിക്കും, 5,000 വോട്ട് പിടിക്കുന്നല്ലേ, ഇതായിരുന്നല്ലോ കണക്ക്. വോട്ട് വന്നപ്പോൾ എങ്ങനെയാണ്? എനിക്കറിയാം, ഞാൻ 9 കൊല്ലം നിന്ന നാടാണ്. അവിടുത്തെ മനുഷ്യരെനിക്കറിയാം, അവരുടെ മാനസികാവസ്ഥ അറിയാം.
നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ആ വോട്ടിനെ ഒറ്റയടിക്ക് UDF എത്തിക്കാൻ കഴിയില്ല. കാരണം അതായിരുന്നു അവിടുത്തെ പ്രത്യേക സാഹചര്യം. ആ സാഹചര്യത്തിൽ ആ വോട്ട് തിരിച്ച് LDF പോകാതിരിക്കണമെങ്കിൽ ഞാൻ മത്സരിക്കുക എന്നതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ലേ സംഭവിച്ചത്. ഓ, സാഹചര്യം മാറിയല്ലോ. ഇത് നിലമ്പൂരല്ലോ, അത് കേരളമല്ലേ. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായിരുന്നു താങ്കളോട് കുറെ കൂടെ ആ രീതിയിൽ സമീപനം ഉണ്ടായിരുന്നു, UDF വരണമെന്നുള്ള രീതി. ഇപ്പോഴും അതിന് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. എല്ലാവരും ഉണ്ട്. UDF എല്ലാ ലീഡർഷിപ്പും, കോൺഗ്രസ് ലീഡേഴ്സും ലീഗ് ലീഡർഷിപ്പിലൊക്കെ എല്ലാവരും ഒരേ അഭിപ്രായത്തിലാണ്. എങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് UDFന്റെ ഇപ്പോഴത്തെ ഒരു ബഹുമതി ബാക്കി ജനം ചെയ്തോളും എന്നുള്ളതാണോ? എന്തായാലും ഒരു അല്ല, UDF ഇപ്പോൾ കുഴപ്പമില്ലാതെയാണല്ലോ, ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നില്ലേ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ജാഥയോട് കൂടിയിട്ട് ഇത് ഒന്നുകൂടി എനർജൈസ് ചെയ്യും. LDF ഓരോ ഭാഗത്തുനിന്ന് വീക്കായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിസ്മയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചില പാർട്ടികൾ UDF തിരിച്ചു വരാനുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി നടന്നുകൊണ്ട് CPM ഒറ്റപ്പെടില്ലേ. നിങ്ങൾ നോക്കിയത് ഇങ്ങനെ ഒറ്റപ്പെട്ട് അവസാനം പോയിട്ട് എന്താ പറയുക, പിണറായിയും മരുമകനും മാത്രമാകുന്ന ഒരു സ്കെൽട്ടൻ ഐലൻഡായിട്ടത് മാറും. അവിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനധികം സമയമൊന്നുമില്ല. കാരണം ഒരു സമൂഹത്തെ അടിച്ചമർത്തി എന്താ പറയുക, ചവിട്ടി ഞെരിച്ച് അതിൻ്റെ മുകളിൽ കയറി തൻപ്രമാണിത്വം പറയുന്ന ഒരു രാഷ്ട്രീയം ഒരു സ്ഥലത്തും നടക്കില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കില്ല. ഏകാധിപത്യ പ്രവണത, സ്വേച്ഛാധിപത്യ മനോഭാവം, ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള ധിക്കാരപൂർവ്വം, ഇതൊരു കുടുംബമാണ് നടത്തുന്നത്, ഒരു പാർട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനെതിരെയുള്ള തിരിച്ചടി 100 അല്ല 200% തെരഞ്ഞെടുപ്പിലുണ്ടാവും. രാഹുൽ മാങ്കൂട്ടം ഒരു വീക്ക് പോയിന്റായി മാറാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. അതൊക്കെ കഴിഞ്ഞൊക്കെ ഗ്യാസ് ഔട്ടായിട്ട് സമയം കുറേയായി. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി നേരിട്ടപ്പോൾ പോലും അദ്ദേഹത്തെ ചെന്ന് കാണുന്ന പ്രാദേശിക നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ബേസ്, അതൊരു ആ രീതിയിൽ പാലക്കാട്ട് നമ്മൾ കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് പാലക്കാട്ട് രാഹുൽ വിഭാഗം എന്ന് പറഞ്ഞൊരു സംഗതിയൊക്കെ ഉയർന്നു വരാൻ സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. ഈ പിണറായിക്ക് അനുകൂലമായി ആര് നിൽക്കുന്നോ, അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ മറ്റാരുമാവട്ടെ, ആ നിൽക്കുന്നവൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. കാരണം ജനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ ഇലക്ഷൻ മാത്രമല്ല, ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. ആ ജനകീയ വികാരം ഇനിയും ആളിക്കത്താൻ പോവാണ്. അതാ പറഞ്ഞത്, അത് ആൻറ്റി പിണറായിസാണ്. അത് പൂർണ്ണമായും കത്തിയിട്ടില്ല, അത് കത്തി ജ്വലിക്കാൻ പോവുകയാണ്. അതിൽ ഒരാളും അതിനെതിരെ നിന്നിട്ട് ഒരു കാര്യമില്ല. താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ പ്രധാന പ്രശ്നമായി പറഞ്ഞ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷേ ആ ദിവസങ്ങളിൽ കിട്ടിയ വലിയ ശ്രദ്ധയും മറ്റും താങ്കൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ആ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മാറിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നുള്ള തിരിച്ചറിവിൽ UDF മുന്നോട്ട് പോകും. UDF വലിയ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു മുൻകാലം അങ്ങനെയൊന്നും അല്ല. തീർച്ചയായിട്ടും UDF ലീഡർഷിപ്പിൽ ഇപ്പം അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ സംസാരവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പം മിനിയാന്ന് ഖത്തറിൽ പോയി നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അത് വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ എന്താ പറയുക, പ്രവാസികളുമായിട്ട് എങ്ങനെയാണ് അവരായിട്ടുമായി ഇൻറ്ററാക്ട് ചെയ്തത്. കോൺഗ്രസിൻ്റെ വയനാട് ക്യാമ്പ് പ്രതീക്ഷാജനകമാണ്. പഴയ കോൺഗ്രസ്സേ അല്ലല്ലോ ഇപ്പോൾ നമുക്ക്. പഴയ കോൺഗ്രസ് എന്താ? ഞാനൊക്കെ കോൺഗ്രസ്സിൽ എത്രയോ കാലം എന്താ പറയുക, ഈ 2016 മത്സരിക്കുന്നത് വരെ വേണമെങ്കിൽ നമ്മളൊക്കെ ഒരു കോൺഗ്രസും സെമി കോൺഗ്രസുമാണ്. ആ ഒരു സിസ്റ്റമേ മാറി. പ്രവർത്തകരുടെ മനസ്സിനൊപ്പം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായി. പണ്ട് ലീഡർഷിപ്പിനോടൊപ്പം പ്രവർത്തകരെ കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പയിൻ സിസ്റ്റമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. അവിടെയായിരുന്നു കോൺഗ്രസ് എന്താ പറയുക, ലീഡർഷിപ്പിലെ മാറ്റങ്ങളിൽ കോൺഗ്രസിന് വലിയ പരാജയങ്ങളുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. കേരളത്തിലെ ജനം, കേരളത്തിലെ കോൺഗ്രസ്, അവരുടെ മനസ്സ് അത് മനസ്സിലാക്കിയിട്ട് ലീഡർഷിപ്പ് മൂവ് ചെയ്യാണ്. പ്രവർത്തകരോടൊപ്പം ലീഡർഷിപ്പ് മൂവ് ചെയ്യാണ്. അത് എവിടെയും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് വലിയ വലിയ ഇമ്പാക്റ്റ് അനുകൂലമായിട്ട് അത് ഉണ്ടാക്കും. അതിനെപ്പറ്റി തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അല്ല, ഒരു കുറവില്ല. നമ്മളതിനങ്ങനെ എന്താ പറഞ്ഞാൽ, ഈ ആദ്യം ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നമ്മൾ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ വിഷമിക്കണ്ട. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാവും. ഒരു സീറ്റാണ് ലഭിക്കുന്നതെങ്കിൽ ആരും മത്സരിക്കും. അല്ല, അതിപ്പോൾ ഞങ്ങൾ ആ തീരുമാനം, ഞങ്ങൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നുകൊണ്ട് ഇറങ്ങിയതാണ്. അതിന് 1 മണിക്കൂർ 2 മണിക്കൂർ ഡിസ്കഷൻ കഴിഞ്ഞ് അതിലേക്ക് എത്തും. ഈ വാക്കുകളിലൊക്കെ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന ഒരു ഭാഗം ഈ മരുമോനസത്തിനെതിരായിട്ടുള്ള വാക്കാണ്. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കില്ലേ ബേപ്പൂരിലെ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ബേപ്പൂർ കേരളത്തിലല്ലേ? ആണല്ലോ.
ബേപ്പൂരിൽ കൊമ്പൊന്നുമില്ലല്ലോ. അല്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ മത്സരക്കാരല്ലേ മനസ്സിലാക്കുന്നത്. അല്ലല്ല, ആളുകൾ പ്രതീക്ഷ തട്ടകം കോഴിക്കോട്ടേക്ക് മാറി ചില പറയാൻ അല്ല ഞാൻ ഇവിടെ പഠിച്ചതും സ്കൂളും ഒക്കെ ഇവിടെ ക്രിസ്ത്യൻ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. നമ്മളെ നാടാണിത്, നിലമ്പൂരാണ് നമ്മളെ നാട് നോക്കണ്ട. ആ അപ്പം ബേപ്പൂരിനെ കുറിച്ച് അത്രേ എനിക്ക് പറയാനുള്ളൂ. ബേപ്പൂർ കേരളത്തിലാണ്, ബേപ്പൂർ പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ 140 മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ നമ്മൾ മത്സരിക്കും. ഓ, ബേപ്പൂരിലെ TMC വളരെ കുറവാണ്. അല്ല, ബോധമൊക്കെ 2-3 ആൾ മതി. ഇതൊന്നല്ല എങ്ങനെ അല്ല, അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് നോക്കാം.